ഗൈസ്, ഇന്നൊരു സിമ്പിളും ടേസ്റ്റി ആയിട്ടുള്ളൊരു കുക്കർ ബിരിയാണി ഉണ്ടാക്കിയല്ലോ. ഇതിന് നമുക്ക് വേണ്ട പച്ചക്കറികൾ ഇതൊക്കെ കേട്ടോ. ഇതിൽ ആദ്യം തന്നെ നമുക്ക് വെളുത്തുള്ളിയും പച്ചമുളക് ഇഞ്ചിയും കൂടി നന്നാക്കി എടുത്തൊന്ന് അരച്ചെടുക്കാം. നിങ്ങളെങ്ങനെ വെളുത്തുള്ളി നന്നാക്കല്ലേ? ഇതുപോലെ വെളുത്തുള്ളി നടു കീറിയിട്ട് ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ എളുപ്പത്തിൽ അതിന്റെ തോലെടുക്കാൻ കിട്ടും കേട്ടോ. നമ്മൾ പറഞ്ഞ പോലെ തന്നെ വെളുത്തുള്ളി പച്ചമുളക് ഇഞ്ചി മാത്രം ഒന്ന് ആദ്യം അരച്ചെടുക്കാം. ഇതാ ഈ ഒരു പരുവൊക്കെ മതി. ഈ ഒരു വലിയ ഉള്ളി എടുത്തിട്ട് ഇതുപോലെ നൈസായിട്ട് അരിയുക. എന്നിട്ട് നമ്മളെ മെയിൻ സാധനം കുക്കറിലേക്ക് കുറച്ച് നെയ്യ്, വെളിച്ചെണ്ണ, ബിരിയാണിക്ക് ആവശ്യമായിട്ടുള്ള സ്പൈസസ്, നമ്മൾ കുനുകുന അരിഞ്ഞ ഉള്ളിയും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക. അതൊന്ന് കുറച്ച് വാടിക്കോട്ടെ. ഇത്രയൊക്കെ മതി. ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചതും കൂടി ആഡ് ചെയ്യാം. ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തിട്ട് ലാസ്റ്റ് ചെറുതായിട്ട് അരിഞ്ഞൊരു തക്കാളിയും കൂടി അതിലേക്ക് ആഡ് ചെയ്യാം കേട്ടോ. ഇതാ ഇങ്ങനെ നന്നായിട്ട് ഇളക്കിയെടുക്കുക. ഈ ഒരു പരുവായി കഴിഞ്ഞാൽ ഇതിലേക്ക് നമ്മൾ മസാലകളൊക്കെ ആഡ് ചെയ്യാം. അതായത് മഞ്ഞപ്പൊടി, മുളക് പൊടി, ചിക്കൻ മസാല. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഈ ഒരു സമയത്താണ് നമ്മൾ പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. നന്നായി ഇളക്കിയതിന് ശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കിയ ചിക്കനും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അഗെയിൻ നന്നായിട്ട് നമ്മൾ ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കണേ. വെള്ളം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എത്ര അരിയാണ് എടുക്കുന്നത് അതിന്റെ ഇരട്ടി വെള്ളമാണ് ഒഴിക്കേണ്ടത്. നിങ്ങളിപ്പോൾ വെള്ളം ഒഴിച്ചത് കണ്ട ആ ഒരു ബൗളിലാണ് ഞങ്ങൾ അരി എടുത്തിട്ടുള്ളത്. അതിലൊരു ബൗൾ അരിയാണ് എടുത്തത്. അതുകൊണ്ടാണ് 2 തവണ നമ്മൾ വെള്ളം ഒഴിച്ചത്. ഇനി ആ വെള്ളത്തിലേക്ക് നമുക്ക് നാരങ്ങ നീരും കൂടി ഒഴിച്ചു കൊടുക്കുക. ചെറിയൊരു നാരങ്ങ ആയതുകൊണ്ട് തന്നെ ഞങ്ങളിത് മൊത്തം എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് മല്ലിച്ചപ്പും കൂടി അതിലേക്ക് അരിഞ്ഞു കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് കഴുകി നമ്മൾ ബിരിയാണി റൈസും കൂടി ഇട്ട് കൊടുക്കുക. ഈ അരിയൊക്കെ ഇട്ടതിന് ശേഷം നമ്മൾ കുക്കർ അടച്ച് വെച്ച് ഹൈ ഫ്ലെയിമിലിട്ട് ഒറ്റൊരു വിസിൽ മതി. ചൂടൊക്കെ പോയി തുറന്നു നോക്കുമ്പോൾ നമ്മൾ അടിപൊളി കുക്കർ ബിരിയാണി ഇവിടെ റെഡിയാവും. ഒറ്റ വിസിൽ മതിയോ? വേവൂലേ? അതുപോലെ വെള്ളം പറ്റൂല എന്നൊക്കെയുള്ള സംശയം ഞങ്ങൾക്കുണ്ടായി കേട്ടോ. പക്ഷെ അതിന്റെ ഒന്നും ആവശ്യമില്ല, ഒറ്റ വിസിൽ മതി. നമ്മളെ ബിരിയാണി ഇതോടെ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. സാലഡും ഈ അച്ചാറും ഒക്കെ ഇവിടെ തന്നെ ഉണ്ടാക്കിയാട്ടോ. അതിലേക്ക് ചിക്കൻ പൊരിച്ചും കൂടി വെച്ചപ്പോൾ സംഗതി ഫുള്ളായി. ചിക്കൻ പൊരിക്കുന്ന റെസിപ്പി വേണമെങ്കിൽ ചെയ്യാട്ടോ. കാണാൻ തന്നെ സൂപ്പർ അല്ലേ? അങ്ങനെ എല്ലാം കൂടി കൂട്ടി പിടി പിടിച്ചപ്പോ അടിപൊളി. ഒരു കുക്കർ ബിരിയാണി ട്രൈ ചെയ്യാത്തോടൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പൊ ഇനി മറ്റൊരു വീഡിയോ കാണാം.